ഇല്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ നല്ല രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരു കൊയ്ത്തിന്റെ അനുഭവം നിന്റെ മുൻപിൽ വെച്ചിട്ടാണ് സർവശക്തനായ ദൈവം നിന്നെ കൊയ്ത്തിനായി വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനും മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമെന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രികാലം എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുവാൻ വിശ്വാസത്തോടെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്വീകരിച്ച്, കർത്താവേ ഞാൻ ഒന്നുമില്ല, നിന്റെ കൃപയാണ്, നീ എന്നെ നിർത്തിയത് കൊണ്ടാണ്, നീ എന്നെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ ആർക്കും കടക്കാരനല്ല. ചോദിക്കുന്നത് ചിന്തിക്കുന്നത് നിനക്കുന്ന ഉപരിയായി കാര്യതി അന്ത്യത്തോളം നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തവനാ. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ. അവൻ നിന്നെ മറക്കില്ല, നിന്റെ സന്തതിയെ മറക്കില്ല, നിന്റെ കുടുംബത്തെ മറക്കില്ല. നിന്റെ ജീവിതത്തിന്റെ തലങ്ങളെ തകർത്ത് കളയുവാൻ, സന്തോഷത്തെ തല്ലിക്കളയാൻ ശ്രമിക്കുന്ന കൂട്ടപ്പിശാചിനെ തകർത്ത് നിനക്ക് നിന്റെ സന്തതിക്കും ജയം തരുവാൻ എന്റെ കർത്താവിനെ വിളിച്ചെങ്കിൽ ആ വിളിയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് അവനോട് കൂടമില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എന്റെ കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, ആരെല്ലാം അതിനെതിരെ നിന്നാലും അത് ദൈവം നിവർത്തിക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കാനാ പറഞ്ഞത്, ലോകത്തുള്ള മറ്റാരെ നോക്കാനല്ല പറഞ്ഞത്. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന നിന്റെ മുഖം വാടുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്റെ ഹൃദയത്തിനകത്തെ തേങ്ങലുകളെ തൊട്ടറിഞ്ഞ് കർത്താവ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ ശക്തനാ. അതുകൊണ്ട് കുഞ്ഞെ, പരാജയഭീതി മുഴക്കുന്ന ശത്രുവിന്റെ വാക്ക് കേട്ടിട്ട് നീ നിരാശപ്പെടാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ഉറപ്പും ധൈര്യമുള്ളവനായി ദൈവസന്നിധിയിൽ തയ്യാറുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം ലോകത്തിന് മുമ്പാകെ സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. നീ ഒരു അനാഥനാണെന്ന് ഒരുപക്ഷെ നിനക്ക് തോന്നാം. നിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം നിന്നെ തള്ളിക്കളഞ്ഞ് നിനക്ക് തോന്നാം. ആരും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇല്ലെന്ന് ഒരുപക്ഷെ നിനക്ക് തോന്നാം. എന്നാൽ ഈ രാത്രികാലം പറയട്ടെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന് പറഞ്ഞ് ദൈവത്തോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറായാൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും. നീ പറയുന്നത് ദൈവം കേൾക്കും. ദൈവം പറഞ്ഞ നീ അനുസരിച്ചാൽ ശ്രദ്ധിക്കുന്ന യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ഈ രാത്രിക്കാലം ഒരു വേദഭാഗം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യം അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചുകൊള്ളാൻ പറഞ്ഞെങ്കിൽ നോട്ടത്തെ മാറ്റുവാൻ, നിന്റെ ലക്ഷ്യത്തിൽ നിന്നെ എത്തിക്കാതിരിക്കാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കും. ലോകമോഹങ്ങൾ നിന്റെ മുൻപിൽ കൊണ്ടുവരും. മനുഷ്യനെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലതും വെളിപ്പെടുത്തിക്കൊണ്ട് നിന്നോട് പറയും, ഈ ദൈവത്തിന് നിന്നോട് കരുണയുണ്ടായിരുന്നെങ്കിൽ, ഈ ദൈവത്തിന് നിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് ഈ അനർത്ഥം വരികയില്ലായിരുന്നു. കുഞ്ഞെ, ആ നിമിഷം നീ പറയേണ്ടത്, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് ഒരു നാളും എന്നെ കൈവിടത്തില്ലെന്ന. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാക്കല്ല ഞാൻ വിശ്വസിക്കുന്നത്, ദൈവങ്ങളോട് ചെയ്ത വാഗ്ദത്തമാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, വാഗ്ദത്തങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രാപിക്കുവോളം കർത്താവ് നിന്നെ നിർത്തും. ആ നിന്നെ തകർക്കുവാൻ ഏത് പിശാച് എങ്ങനെയെല്ലാം പദ്ധതി ഒരുക്കിയാലും നീ തകർന്നു പോകാതെ വണ്ണം കർത്താവ് നിന്നെ ഉള്ളം കരുത്തിൽ വായിക്കാം. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും വന്ന് തൊടുക. Praise the Lord. പിശാച് പറയുകയാണ്, ഇയ്യോബിന്റെ സന്തോഷം കണ്ടിട്ട് പറയുകയാണ്, ഇയ്യോബിന്റെ ഉയർച്ച കണ്ടിട്ട് പറയുകയാണ്, ഇയ്യോബിന്റെ മക്കളുടെ അനുഗ്രഹങ്ങളെ കണ്ടിട്ട് പറയുകയാണ്, ഇയ്യോബിന്റെ ഭവനത്തിലുള്ള സകലതിനെ കണ്ടപ്പോ ആർക്ക് സഹിച്ചില്ലെന്നറിയാമോ? പിശാചിന് സഹിച്ചില്ല. കുഞ്ഞ്, നീ സന്തോഷിക്കുവാൻ പിശാച് അനുവദിക്കത്തില്ല. നീ ദൈവത്തെ സ്തുതിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. രോഗം കൊണ്ടുവന്ന്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന്, നിന്ന കൊണ്ടുവന്ന്, പരിഹാസം കൊണ്ടുവന്ന്, എന്തിനു പറയുന്നു? നിന്റെ വഴിയിൽ തടസ്സം നിന്നുകൊണ്ട് അവൻ പറയും, ഇല്ല, നിന്നെ മുൻപോട്ട് വിടത്തില്ല. പക്ഷെ നീ രാത്രികാലം വിശ്വസിക്കണം, ആരെല്ലാം നിന്നെ വഴിയിൽ തടുക്കാൻ ശ്രമിച്ചാലും എന്റെ ദൈവം ദൂതനെ ഇറക്കി ആ തടസ്സങ്ങളെ വെട്ടിമാറ്റി നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തെ മഹത്വം ദൈവത്തിന് കൊടുക്കുക. പിശാചിന്
യോബിന്റെ സന്തോഷം കണ്ട് സഹിക്കവാഞ്ഞിട്ട് സ്വത്രം ഈ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, നീ നിന്റെ കൈ നീട്ടി നീ അവനെ ഒന്ന് തൊട്. അതിനാ പിശാച് നിനക്ക് തൊടാൻ പറ്റാത്തത്? സ്വത്രം എന്താ പിശാചേ, നിന്റെ മുമ്പിലല്ലേ യോബ് നിൽക്കുന്നത്, എന്നിട്ട് എന്താ നിനക്ക് തൊടാൻ കഴിയാത്തത്? തൊട്ടാ പൊള്ളും. സ്വത്രം ദൈവത്തിന്റെ പൈതലേ, നിന്നെ സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവമാ, നിനക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന സ്വർഗീയ ദൂതഗണമാ. അതുകൊണ്ട് ഒരു പിശാചും നിന്നെ തൊടത്തില്ലെന്ന് വിശ്വസിച്ചാലും മഹത്വം ദൈവത്തിന് കൊടുക്ക്. സങ്കീർത്തനം 91:10-11 പറഞ്ഞ അങ്ങനെയാ, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, കാരണം നീ വസിക്കുന്ന എന്റെ മറവില, എന്റെ ചിറകിന് കീഴിലാണ് നീ ശരണം പ്രാപിച്ചു വന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. വിശ്വസിക്കണം. വിശ്വാസിയെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമേൻ പറയണം. പിശാച് ദൈവത്തോട് പറയാ, നീ അവനെ ഒന്ന് തോട്. പത്രം നിന്റെ അനുഗ്രഹം, നിന്റെ ഉയർച്ച, നിന്റെ ഭവനത്തിനകത്തെ സന്തോഷം, നിന്റെ കലവറയുടെ നിറവ്, ഇതൊന്നും ആർക്ക് ഇഷ്ടമല്ലെന്നറിയാമോ? പിശാചിന് ഇഷ്ടമല്ല. നിന്റെ കുഞ്ഞ് വിദേശത്ത് പോകുന്ന പിശാചിന് ഇഷ്ടമല്ല. നിന്റെ കുഞ്ഞിന് നല്ല ജോലി ലഭിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. നിന്റെ കുഞ്ഞിന് ഒരു നല്ല വിദ്യാഭ്യാസ ഭാവി ഉണ്ടാകുന്ന പിശാചിന് ഇഷ്ടമല്ല. അവൻ മുന്നോട്ട് വന്നിട്ട് പറയും, അവളെ കൊണ്ട് പറ്റത്തില്ല, നിന്റെ കയ്യിലുള്ള പണമില്ല, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് ലഭിക്കത്തില്ല, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവന് കുറവുണ്ട്, അവർക്ക് കുറവുണ്ട്, അവന് കുറവുണ്ട്, അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന സ്വരൂപത്ത് നിനക്ക് എത്തിക്കാനും പറ്റത്തില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിശ്വാസിയുടെ വിശ്വാസവും പ്രത്യാശ എല്ലാം പോകും. കുഞ്ഞെ, ഈ ശത്രു പറഞ്ഞ വാക്ക് കേട്ടിട്ട് പുറകോട്ട് നോക്കാതെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി തരുവാൻ നിറച്ച് നന്മയുണ്ട്. ഫിലിപ്പിയർ 4:19 അങ്ങനെയാ പറയുന്നത്, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും അവൻ തീർത്തു തരുമെന്ന്. സ്തോത്രം. നിനക്കൊരു നന്മ ഉണ്ടായാൽ ആർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിയാമോ? പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ലോകത്തിൽ ആർക്ക് നന്മയുണ്ടായാലും പിശാചിന് ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ അവൻ സഹിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് ഒരു നന്മ വന്നാൽ അവൻ സഹിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാൻ പിശാചിന് സഹിക്കത്തില്ല. എന്തിനു പറയുന്നു? നിന്റെ സന്തോഷത്തെ എങ്ങനെയും തല്ലിക്കെടുത്താൻ അവൻ സകല പരിപാടികളും ഒപ്പിക്കും. കുഞ്ഞെ, പ്രതികൂലം നിന്റെ നേരെ ആഞ്ഞടിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന നിന്റെ നേരെ പ്രതികൂലം ആഞ്ഞടിക്കുന്നെങ്കിൽ ഓർത്തോണം, അത് ദൈവം അനുവദിച്ചിട്ടല്ല, പിശാചിനെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പദ്ധതിയാ. വചനം പറയുന്നത് ഇങ്ങനെയാ, എന്റെ ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ രാത്രികാലം നോക്ക്, പിശാച് ചെന്ന് നോക്കിയിട്ട് പറ്റിയില്ല. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ദാസനായ യോബിനെ നീ നോക്കിയോ? ദൈവമേ, നിനക്കൊരു പക്ഷെ നിന്നെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് നിനക്ക് കാവൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിൽ ശക്തിയും, യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ വന്നും, അതുപോലെ തന്നെ നീ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നിന്റെ പ്രാണനം നഷ്ടപ്പെട്ടു പോകാത്തതിന്റെ പിൻപിലെ ഏറ്റവും വലിയ സത്യം, എന്റെ സർവശക്തനായ ദൈവം നിനക്ക് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. സ്വത്രം. രാത്രിയുടെ യാമങ്ങളിൽ നീ സുഖമായി ഉറങ്ങുമ്പോൾ നിന്നെ ദുഷ്ടൻ തകർത്ത് കളയുമെന്ന് ദൈവത്തിന് അറിയാം. സ്വത്രം. നിന്റെ ഉറക്കത്തെ അത് മരണത്തിലേക്ക് മാറ്റാൻ പിശാച് ശ്രമിക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നീ ഉറങ്ങുമ്പോൾ നിന്റെ കിടക്കരികിൽ അവൻ തന്റെ ദൂതന്മാരെ കാവൽ നിർത്തും. ഇവിടെ പാടുന്ന കേട്ടിട്ടില്ലേ? ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, ഉറക്കത്തിന് സുഖവും തന്ന് അരികെ നിന്നു കൃപയാൽ ഉറങ്ങാതെന്നെ സുഖമായി കാത്ത തിരുമേനിക്കു മഹത്വം. നീ ഉറങ്ങുമ്പോൾ നിന്നെ ശത്രു കെടുത്തിക്കളയാതിരിപ്പാൻ, രോഗം കൊണ്ട് നിന്നെ തകർത്ത് കളയാതിരിപ്പാൻ, നിന്റെ ഉറക്കത്തിന് ഭംഗം വരുത്താതിരിപ്പാൻ, നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിൽക്കുന്ന സർവശക്തന് നീ കൊടുക്കുന്ന മഹത്വമുണ്ടല്ലോ, ഒരിക്കലും നഷ്ടമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മുഴു ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ മഹത്വം ദൈവത്തിന് കൊടുത്തു നോക്ക്. കൂട്ടുകാരിൽ പരമായും അവൻ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ ഉയർത്തി മാനിക്കും. എന്റെ അപ്പച്ചൻ ഫോഷ്ക്ക് പറയത്തില്ല. സ്വന്തം മനുഷ്യരൊക്കെ പലപ്പോഴും ഫോഷ്ക്ക് പറയും.
എൻ്റെ അപ്പച്ചൻ ഫോഷ്ക്ക് പറയത്തില്ല. കാരണം ഫോഷ്ക്ക് പറയേണ്ട ആവശ്യം എൻ്റെ യേശു അപ്പനില്ല. എൻ്റെ അപ്പൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിന് വേണ്ടി നീ ദൈവസേനയിൽ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണുനീർ ദൈവസേനയിൽ നീ ഒഴിക്കിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ പ്രതിഫലം വരാതെ ഇരിക്കത്തില്ല. കർത്താവ് നിന്നെ മറന്ന് കളയത്തുമില്ല. നിന്റെ കണ്ണുനീരിന് മറികടന്ന് പോകത്തുമില്ല. വിശ്വസിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തലമുറയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയും ചെയ്ത ഇയ്യോബിന്റെ നേരെ ശത്രു വന്നിട്ട് ഒന്നും നടക്കാതെ പോയത് കൊണ്ട് നോക്ക്, നേരെ കർത്താവിന്റെ അടുക്ക ചെന്നിട്ടാ പറയുന്നത്, നീ അവനെ സൂക്ഷിച്ചിരിക്കുകയല്ലേ, നീ നിന്റെ കരം നീട്ടി അവനെ ഒന്ന് തൊട്. മാത്രം പിശാചിനറിയാം ദൈവം തൊട്ടാൽ അവൻ എഴുന്നേക്കത്തില്ലെന്ന്. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. സ്വത്രം ദൈവത്തിന്റെ കരം നിനക്ക് ഭാരമായി വരാതിരിപ്പാൻ, ദൈവത്തിന് മഹത്വമുള്ളവനായി മഹത്വമുള്ള നീ യാത്ര ചെയ്താൽ ഒരു ശത്രുവും നിന്നെ തൊടത്തില്ല. സ്വത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം നീ യാത്ര ചെയ്താൽ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെ കെടുത്തി കളയേണ്ട വരത്തില്ല. സ്വത്രം ഇവിടെ ദൈവം ഈ സാത്താനെ നോക്കി, ഇയ്യോബിനെ നോക്കി. സ്വത്രം എന്നിട്ട് ദൈവം ചോദിച്ച ചോദ്യം മനസ്സിലാക്കണം. എന്ന് എഴുതിയിട്ടുണ്ട്, നീ എന്റെ ദാസനായ ഇയ്യോബിനെ നോക്കിയോ? സ്വത്രം എന്റെ ദാസനായ ഇയ്യോബിനെ നീ നോക്കിയോ? ഞാൻ നോക്കി എന്നുള്ള സത്യം പക്ഷെ തൊടാൻ പറ്റുന്നില്ല. ഞാൻ തൊടാൻ ആവോളം ശ്രമിച്ചു, പറ്റുന്നില്ല. കാരണം നീ അവന് ചുറ്റും ദൂതഗണത്തെ കാവലാക്കിയിരിക്കുക. നീ അവന്റെ സമ്പത്തിന് ചുറ്റും ദൂതന്മാരെ കാവലാക്കിയിരിക്കുക. അഗ്നി മതിൽ കൊണ്ട് വേലി കെട്ടിയിരിക്കുക. ദൈവപകലെ നിന്നെ വിളിച്ച നാൾ മുതൽ അവൻ നിനക്ക് വേണ്ടി കാവലായി നിർത്താൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നീ പോകുന്ന വഴിയിൽ തകർന്നു പോകാത്തത്, നിന്റെ നേരെ വാഹനം പാഞ്ഞു വരുമ്പോൾ അവ നിന്നെ തട്ടി നിന്നെ വീഴ്ത്താത്തത് ദൈവത്തിന്റെ കരുണയാണെന്ന് തിരിച്ചറിയുക. നാം കഴിച്ച ആഹാരത്തിന് മിടുക്കല്ല, നമ്മുടെ ശ്രദ്ധയുടെ കൂടുതൽ കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയാണ് ഭൂമിയുടെ മുകളിൽ പരപ്പിൽ തകർന്നു പോകാതെ ഇരുന്നെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അവൻ ആർക്കും കടക്കാരനല്ല. അവന്റെ സന്നിധി നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെ അവൻ തള്ളിക്കളയത്തില്ല. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, പലരും മാറി നിന്ന് നിന്റെ കുഞ്ഞുങ്ങളെ പരിഹസിക്കുമ്പോൾ, നീ നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നു പറയുമ്പോൾ നീ മാറി നിന്ന് കരയല്ല. ഇല്ല, ഞാൻ തകരുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ മഹത്വം കൊടുത്താൽ നീ ഒരിക്കലും തോറ്റു പോകത്തില്ല. പിശാച് പറയാ, നിന്റെ കരം നീട്ടി നീ ഒന്ന് തൊട്. അടുത്തേ, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. സ്വത്രം നീ തൊട്ട അവൻ നിന്നെ തള്ളിപ്പറയും. സ്വത്രം. അടുത്തേ, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. നോക്ക്, പിശാചിന്റെ കരത്തിൽ ദൈവം അനുവദിച്ചിട്ട് ഇയ്യോബിനെ വിട്ടുകൊടുത്തു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് ഉറപ്പുണ്ട് തന്റെ ദാസൻ ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ അപ്പച്ചന്മാര് പാടിയൊരു പാട്ടുണ്ട്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും, കാരണം ഒരു നാളും എന്നെ അവൻ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം അവരെ കൊണ്ട് എത്തിച്ചത് നിത്യതയിലെങ്കിൽ കുഞ്ഞെ, ഇന്ന് രാത്രിക്കാലം ഈ മെസ്സേജുകൾക്ക് നിന്നോട് പറയട്ടെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളെ കണ്ടിട്ട് പകച്ചു നിൽക്കാതെ മാറി പിശാചെന്ന് ആത്മാവിൽ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ പിശാച് പരാജയപ്പെടും, നീ ജയിച്ചു പുറത്തു വരും. ഇതാ അവൻ നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ദൈവം അനുവദിച്ചു. സ്വത്രം ദൈവം അനുവദിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷം. ആർക്ക്? പിശാചിന്. കാരണം ഇനി എനിക്ക് അവനെ തകർക്കാം. സ്വത്രം ഏതെല്ലാം നിലവാരത്തിൽ ഇയ്യോബിന്റെ മുമ്പിൽ ദൈവത്തെ ദുഷിക്കപ്പെടുമാറ് പ്രതികൂലങ്ങളെ കൊണ്ടുവന്നെന്നറിയാമോ? അത് കൊണ്ടുവന്നത് എങ്ങനാ? സ്വത്രം എങ്ങനാ കൊണ്ടുവന്നത്? സ്വത്രം സ്വർഗത്തുനിന്ന് ദൂതനിറങ്ങി. സ്വത്രം സ്വർഗത്തുനിന്ന് ദൂതനിറങ്ങി. സ്വത്രം സ്വർഗത്തുനിന്ന് ദൂതനിറങ്ങി. ആടുമാടുകളെ, മൃഗസമ്പത്തുകളെ, വസ്തുവകകളെ, കുഞ്ഞുങ്ങളെ ഒക്കെ കൊന്നുകളഞ്ഞു. സ്വത്രം
അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാലേ ആര് ദൈവത്തെ ത്യജിച്ചു പറയത്തുള്ളൂ? ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറയത്തുള്ളൂ. ഒക്കെ പിശാചിന്റെ തന്ത്രം ഒന്ന് തിരിച്ചറിഞ്ഞ് സ്വത്രം നമ്മളും പലപ്പോഴും ഈ അവിടെ ഇവിടെയും കൊണ്ടുവച്ചിരിക്കുന്നതിന് മുമ്പിൽ ചെന്നിട്ട് കുരിശും വരച്ചിട്ട് കാഴ്ച നേർച്ച അർപ്പിക്കുന്നത് ദൈവമാണെന്ന് വിചാരിച്ച സ്വത്രം ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു അത് ദൈവമാ, ഇത് ദൈവമാ, അങ്ങനെ ദൈവമാ, ഇങ്ങനെ ദൈവമാ, അങ്ങനെ വിളിക്കണം, ഇങ്ങനെ വിളിക്കണം. സത്യത്തിൽ വിളിക്കരുത്, ആത്മാവിൽ വിളിക്കരുത്. സ്വത്രം ജൽപ്പനമായി മാറണം. പിശാച് ഒരിക്കൽ കെണിക്കകത്ത് ജനം വീണിട്ട് ഇന്ന് സത്യദൈവത്തെ ത്യജിച്ച് ലോകത്തിന്റെ മോഹത്തിൽ വളരുന്ന പ്രേത പിശാചുക്കളെ സേവിച്ചുകൊണ്ട് ദൈവത്തിന് വിരോധമായി മാറിയിട്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ദൈവത്തെ ആരാധിക്കുന്ന ദൈവപ്രതിരെ നിന്നോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ടാ നീ ഭൂമിയുടെ ഉൾപ്പറപ്പിൽ ജീവനോടെ ഇരിക്കുന്ന തിരിച്ചറിയാൻ ശ്രമിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഓക്കെ, യോബിന് ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതികൂലം കടന്നു വന്നു. സ്വത്രം യോബ് ഒരു കാര്യത്തിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. വായിച്ചോ സ്വത്രം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളംകാൽ മുതൽ നെറുകെ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, യോബിന്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറച്ചു. സ്വത്രം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, നിന്റെ നേരെ ഒരനർത്ഥം കടന്നു വരുമെങ്കിൽ അത് ദൈവം കൈവിട്ടതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ നേരെ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലം നിന്നെ മുക്കിക്കളയുന്നെങ്കിൽ അത് ദൈവം കൈവിട്ടത് കൊണ്ടാണ്. യോബിനെ ഒന്ന് കൈവിട്ടു, പക്ഷെ ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു അവനെന്നെ തള്ളിപ്പറയത്തില്ലെന്ന്. പക്ഷെ ദൈവം അവനെ കൈവിട്ടപ്പോ ആ നേരം നോക്കി പിശാച് അവനെ മാറി മാറി അടിച്ചു. എന്നിട്ടും യോബിന്റെ ഹൃദയത്തിനകത്ത വിശ്വാസത്തിന്റെ ഉറപ്പ് കണ്ടപ്പോ പിശാച് കിടുകിട വിറച്ചു. ഞാനിങ്ങനെ പറയട്ടെ സഹോദരങ്ങളെ, ലോകത്തിലെ മനുഷ്യനെ നമ്മൾ ആശ്രയിച്ചാണല്ലോ അവൻ തക്കത്തിന് കാലുമാറും. പക്ഷെ സർവശക്തനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുമെന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ആ മനുഷ്യൻ നമ്മുടെ പരാജയപ്പെടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ മതി. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം തകർന്നു വീണതല്ലാതെ ഞാൻ തകർന്നു വീഴാൻ ദൈവം ഇടവരുത്തിയില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്നു പോകുന്നവനല്ല. അവൻ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തന്നിട്ട് പോകുന്നവനാ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞിരുന്നപ്പോൾ ആ പിശാചിനെ അങ്ങോട്ട് സഹിക്കാതെ നേരെ അവന്റെ പെണ്ണുപിള്ളയുടെ ചെന്നു. പെണ്ണുപിള്ളയുടെ ചെന്നിട്ട് പറഞ്ഞ്, എടീ നിന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ടോ? അവൻ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടും അവൻ ദൈവത്തെ ആരാധിച്ചിട്ടും നഷ്ടങ്ങൾ വന്നിട്ടും കഷ്ടങ്ങൾ വന്നിട്ടും ചൊറിഞ്ഞു പുഴുക്കൾ ചാരത്തിനകത്ത് വീണിട്ടും അവൻ ഇപ്പോഴും പറയാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്. പത്രം ഞാൻ ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷമാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രാണൻ തന്നത് ദൈവമാണെങ്കിൽ ദൈവം അറിയാതെ ആ പ്രാണൻ പോകത്തില്ല. പത്രം ജീവിക്കാൻ ഒരു വഴി ദൈവം തുറന്നെങ്കിൽ അത് ദൈവം അറിയാതെ അനുവദിക്കാതെ ആ വഴി അടയത്തില്ല. നിന്റെ സന്തതിക്ക് ഒരു പുതിയ ഭാവിയുടെ തലം ഒരുക്കിയെങ്കിൽ അത് ദൈവം അനുവദിക്കാതെ ശത്രുവിനെ തകർക്കാനും പറ്റത്തില്ല. പക്ഷെ വിശ്വസിക്കണം, നമ്മള് ഞാനായിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാല. ഞാൻ ഇവിടത്തോളം വന്നത് എന്റെ ദൈവം കൊണ്ടുവന്നതാ. സ്വത്രം എനിക്കിങ്ങനെ സന്തോഷിക്കാൻ ഒരവസരം ലഭിച്ചത് ദൈവം എനിക്ക് കൃപ തന്നത് കൊണ്ടാ. സകലതും സർവവും ദൈവത്തിന്റെ ദാനമാണെന്ന് ആര് പറയുമ്പോ അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്റെ കൈയുടെ മിടുക്ക്, എന്റെ വിദ്യാഭ്യാസത്തിന്റെ പവർ, എന്റെ പണത്തിന്റെ കഴിവ്, എന്റെ കുടുംബ ബന്ധങ്ങളുടെ ആ ബാഹുല്യത, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ആര് പറഞ്ഞിട്ടോ അവരൊക്കെ വീണ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. എന്നാൽ ഞാനല്ല, എന്റെ ദൈവം അത്രേ എന്നെ കരുതി ഉയർത്തിയെന്ന് ഒരു നിമിഷം നീ ഒന്ന് പറഞ്ഞു നോക്ക്. സകല നാമത്തിനും മേലായ നാമം നൽകി നീ നിന്റെ സന്തതി ഉയർത്തപ്പെടും. യോബ് തന്റെ ജീവിതത്തിൽ
സ്വത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ സ്വർഗം അവന് സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം. പിശാച് സ്വത്രം ഇയ്യോബിനെ തകർക്കാൻ പദ്ധതി ഒരുക്കി. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ചു. ഒടുവിൽ അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോൾ തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ചിട്ട് ആ ഇയ്യോബിന്റെ വിശ്വാസത്തെ തകർത്ത് പിശാച് ജയം കൊള്ളുവാൻ ആഗ്രഹിച്ചപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം. എന്താ പറഞ്ഞത്? യഹോവ തന്നു. സ്വത്രം. എനിക്ക് തന്നത് ദൈവമാണ്. സ്വത്രം. അതുകൊണ്ട് ആ ദൈവം അനുവദിക്കാതെ സ്വത്രം എനിക്ക് ഒരനർത്ഥവും വന്നു ഭവിക്കത്തില്ല. സ്വത്രം. വിശ്വാസത്തോടെ പുഴുക്കൾ എറിഞ്ഞു വീഴുന്ന ശരീരവുമായി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ ദുഷിക്കാതെ ഇരിക്കുന്ന ഇയ്യോബിനെ കണ്ടുകൊണ്ട് സ്വത്രം തന്റെ സ്നേഹിതർ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവന്റെ കഷ്ടം കണ്ടിട്ട് 7 ദിവസം ഉരിയാടാതെ സംസാരിക്കാതെ ഇയ്യോബിനോട് കൂടെ എവിടെ ഇരുന്നു? നിലത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, സർവശക്തനായ ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ആ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. നീ ജയിച്ച് പുറത്തു വരും. വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിക്കണം. സ്തോത്രം. നോക്ക്, 7 ദിവസം കൂടെ വന്ന സ്നേഹിതർ ഇയ്യോബിന്റെ അവസ്ഥ കണ്ടിട്ട് മിണ്ടാതെ ഇരുന്നു. സ്വത്രം. ഒരു വലിയ ശൂന്യത, ഒരു വലിയ മൗനം അവരുടെ ഇടയിൽ, അവരുടെ 4 പേരുടെ ഇടയിൽ വന്നു. അവന്റെ ഭാര്യ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇയ്യോബ് വ്രണം നിറഞ്ഞവനായി ആ ഭവനത്തിനകത്ത് ചാരത്തിലിരിക്കുമ്പോൾ സ്നേഹിതർ വന്ന് അവർക്കും ഒന്നും മിണ്ടാൻ കഴിയാതെ അവർ മൗനമായി 7 ദിവസം ഇരുന്നെങ്കിൽ സ്വത്രം അവരുടെ സംസാരത്തിന് വിരാമം ഇട്ടുകൊണ്ട്, അവരുടെ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇയ്യോബ് ഒരു കാര്യം പറയാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ശിഷ്യന്മാർ, അവന്റെ കൂടെ വന്ന സ്നേഹിതർ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വത്രം. എന്താണ്? ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ. സ്വത്രം. 7 ദിവസവും മിണ്ടാതെ ഇരിക്കുന്ന ഇയ്യോബിനെ കണ്ടിട്ട് തന്റെ സ്നേഹിതന്മാർ ചോദിക്കുന്നില്ല, നിന്നോട് സംസാരിക്കാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? അവർക്കറിയാം ദൈവത്തെ കുറ്റം പറയുന്ന ഒരു കാര്യം ഇയ്യോബിന് പറഞ്ഞിട്ട് ഇയ്യോബ് അംഗീകരിച്ചു കൊടുക്കത്തില്ല. കാരണം അത്രമേൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് ഇയ്യോബ്. ഇപ്പോൾ തന്റെ ശരീരം ബലഹീനമായതുകൊണ്ട് മാത്രമാണ് ഇവരുടെ മുൻപിൽ ഇയ്യോബ് ഇരിക്കുന്നത്. എങ്കിലും ഇയ്യോബ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഹൃദയത്തിനകത്ത് അവർ ആഗ്രഹം കിടപ്പുണ്ട്. പക്ഷെ തനിക്കൊരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഇയ്യോബ് അവിടെയും മൗനം പാലിക്കുന്നത്. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് തന്റെ സ്നേഹിതന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുവാ? നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സംസാരിക്കാതിരിക്കാനും എനിക്ക് കഴിയുന്നില്ല. സ്വത്രം. കാരണം നീ എന്റെ സ്നേഹിതനാണ്. നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാനും വയ്യ. നിന്റെ നാവടക്കാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു. സ്വത്രം. നീ പലരെയും ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്റെ മക്കളെ ഉപദേശിച്ചു, ഭാര്യയെ ഉപദേശിച്ച്, സ്നേഹിതരെ ഉപദേശിച്ച്, ഇപ്പൊ പ്രതികൂലം വന്നിട്ടും അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. തന്റെ ഭാര്യ പറയുന്നത് സ്നേഹിതന്മാർ കേട്ട് പോയി ചത്തൂടെ മനുഷ്യ. യോബ് പറഞ്ഞ വാക്ക്, യഹോവ തന്നതാ ഈ നന്മ, ഈ ശരീരം, സ്വത്രം, ഈ രോഗം, സ്വത്രം, ഈ കുടുംബം, ഞാൻ അനുഭവിച്ചതെല്ലാം ഞാൻ കൊണ്ടുവന്നതല്ല, ദൈവം തന്നതാ. യഹോവ എടുത്തതിന് എനിക്ക് യാതൊരു പരാതിയുമില്ല. അവന്റെ നാമം മഹത്വം എടുക്കും. സ്വത്രം.
നമുക്കൊരു ചെറിയ തലവേദന വന്ന, ഒരു മുട്ടുവേദന വന്ന, ഒരു പനി വന്ന പിന്നെ 100 കുറ്റം ദൈവത്തിന് തന്നെ പറയും. ദൈവദാസന്മാരെ 100 കുറ്റം പറയും. എന്നിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് കുറെ പൈസ കൊടുത്ത് ഡോക്ടറെ കുറ്റം പറയും. സ്വന്തം പിന്നെ സ്പെഷ്യലിസ്റ്റ് തേടി ഓടും. ആ സ്പെഷ്യലിസ്റ്റും കൈവിട്ട് കഴിയുമ്പോൾ പ്രവാചകനെ തേടി ഓടും. സ്വന്തം പക്ഷെ യോബിനെ പ്രവാചകനടുക്കെ കൊണ്ടുപോകാനും ആരും ഉണ്ടായിരുന്നില്ല, സ്പെഷ്യലിസ്റ്റിനടുക്കെ കൊണ്ടുപോകാനും ആരും ഉണ്ടായിരുന്നില്ല, പാസ്റ്ററുടെ കൊണ്ടുപോകാനും ആരും ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ തേടി വന്നതുമില്ല. കുഞ്ഞേ, നിനക്കൊരനർത്ഥം വന്നാലേ ഒരൊറ്റ കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരു നാളും ഞാൻ നിന്നെ കൈവിടില്ലെന്ന്. സ്വത്രം. ഒരനർത്ഥവും നിന്നെ പിടിക്കാതെ വണ്ണം ഞാൻ നിന്നെ കാത്തുകൊള്ളാമെന്ന്. സ്വത്രം. ഈ വിശ്വാസം എപ്പ നിന്റെ അകത്തുനിന്ന് പോകുന്ന അപ്പ നീ താഴെ വീഴും. പിശാച് നിന്നെ കയറി ഇറങ്ങി അടിക്കും. ഒടുവിൽ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ ചാവുകയും ചെയ്യും. പക്ഷെ എന്റെ ദൈവം നിന്നെ വിളിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പിശാചിന്റെ കരത്തിലും ദൈവം നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെ കൂട്ടാളെ വിട്ടുകൊടുക്കുന്നെന്ന് വിശ്വസിക്കുക. അനർത്ഥം വ്യസനത്തിന് കാരണമാകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നീ പറയണം, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന്. സ്വത്രം. ഓക്കെ, യോബ് സ്വത്രം പറഞ്ഞ സ്വത്രം, എന്റെ യഹോവ എന്നോട് കൂടെയുണ്ട്. പക്ഷെ സ്നേഹിതന്മാർ പറയുന്ന വാക്കുകൾ എന്താണ്? സ്വത്രം. നീ പലരെയും ഉപദേശിച്ചിട്ട് നിനക്ക് ഗതികേട് വന്നല്ലോടാ. നമ്മളും പറയത്തില്ലേ, നല്ല മനുഷ്യനായിരുന്നു, ഒരു കുഴപ്പമില്ല, എന്നിട്ടും ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. സ്വത്രം. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലാത്തത്. അത്ര നല്ലവനായിരുന്നു. നല്ലവൻ ആരേ ഉള്ളെന്നറിയാമോ? ദൈവം മാത്രമേ നല്ലവനുള്ളൂ. ബാക്കിയുള്ളവരാരും നല്ലവരല്ല. കർത്താവ് നല്ലവരാക്കിയവരേ ഉള്ളൂ. സ്വത്രം. കർത്താവ് നല്ലവരാക്കിയവർ മാത്രമാണ് നല്ലവരെന്ന് പറയുന്നത്. അല്ലാതുള്ളവരെല്ലാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ മോഹത്തിൽ വീണ് കിടന്ന് അയ്യം വിളിക്കുന്നവരുണ്ട്. സ്വത്രം. ഇവിടെ പറയുകയാണ്, സ്വത്രം, നിന്റെ പലരെയും നീ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ആശ്വസിപ്പിച്ചു. സ്വത്രം. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. നമ്മള് വീഴുന്നവനെ താങ്ങും. എങ്ങനെയാ? അടിവയറ്റിന്. സ്വത്രം. നമ്മള് വീഴുന്നവനെ താങ്ങുന്ന അടിവയറ്റില്ല. ഇന്നാളെ ഞാൻ ഒരു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാ, ഇപ്പോഴൊരു അവസരം കിട്ടിയ 4 കൊടുത്തേക്കാം. പക്ഷെ യോബ് അങ്ങനെ ആയിരുന്നില്ല. നിന്ദിക്കുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും അപവാദങ്ങൾ ഏൽക്കുമ്പോഴും യോബ് അവരെ സ്നേഹിച്ചു. അവരോട് ദൈവസ്നേഹത്തിൽ ക്ഷമിച്ചു. സ്വന്തം ദൈവ പൈതലേ, താണ നിലത്തെ നീരോട് അവിടെ ദൈവം തുണയുള്ളെന്ന് പണ്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇയ്യോബ് തന്നെ ദൈവത്തിന്റെ കരത്തിൽ താഴ്ത്തിക്കൊടുത്തു. വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, തന്റെ മക്കൾ തന്നെ വിട്ട് സഹോദരങ്ങളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരെന്തെങ്കിലും പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം വരും എന്നുള്ളത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ വേർതിരിച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി യാഗമർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ഇയ്യോബിനെ കുറ്റം പറയുന്ന ഈ 3 സ്നേഹിതന്മാരുടെ മുമ്പിൽ യോബിന് പറയാൻ ഒന്നുണ്ട്. സ്വത്രം. വായിക്കാം. സ്വത്രം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 30 മുതൽ 33 വരെ ആവോളം അവരെ പരിഹസിച്ചു. എന്നാൽ യോബ് പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം. യോബ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം, പക്ഷെ അതിനു മുമ്പ് എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം. ഈ സ്നേഹിതരാരാ? തന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കാൻ വന്നവരല്ല, ആശ്വസിപ്പിക്കാൻ വന്നവരാ. പക്ഷെ അവരുടെ ആശ്വാസ വാക്കുകൾ യോബിന്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നതായതുകൊണ്ട് അവരുടെ വാക്കുകളുടെ മുമ്പിൽ യോബ് മൗനം പാലിച്ചു. മൗനം പാലിച്ചപ്പോഴാണ് യോബിനോട് ചോദിക്കുന്നത്, നീ പലരെയും സന്തോഷിപ്പിച്ച്, നീ പലർക്കും നന്മ കൊടുത്ത്, നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് നിനക്ക് ഈ അവസ്ഥ വന്നല്ലോടാ.
എന്നിട്ടും നീ ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നല്ലോടാ. സ്വത്രം. നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് പഠിക്കണേ. സ്വത്രം. ആർത്തി പൂട്ട് ഭ്രാന്തായിട്ട് സ്വത്രം കൂടപ്പുറപ്പുകളെയും കൂട്ടു സഹോദരങ്ങളെയും കൂട്ടുവിശ്വാസികളെ നശിപ്പിച്ച് പണമുണ്ടാക്കാൻ അവന്റെ തലമേൽ കയറി നൃത്തമാടിയവരല്ല നമ്മുടെ പിതാക്കന്മാര്. പകരം സ്വയം തങ്ങളെ തന്നെ ദൈവത്തിന്റെ കാര്യത്തിൽ താഴ്ത്തി കൊടുത്തു. നിന്നയും പരിഹാസവും ദൂഷിയും അപവാദം അപമാനം അവരെ തലയ്ക്ക് മീതെ കവിയുമ്പോൾ അവർ പറയും, എന്റെ ദൈവമേ, നീ അറിയാതെ ഒന്നുമില്ലല്ലോ, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് കൊണ്ടേ, സ്വത്രം അവരുടെ മുമ്പിൽ തല ഉയർത്താതെ തല കുനിച്ച് നിന്നത് കൊണ്ട് സകലനാമത്തിനും മേലായ നാമം നൽകി നമ്മുടെ പിതാക്കന്മാരെയും അവരെ മക്കളെയും ഉയർത്തി ദൈവം. അപ്പൊ നമുക്ക് താഴാനും മനസ്സില്ല, അനുസരിക്കാനും മനസ്സില്ല, ദൈവത്തോട് കൂടെ നിൽക്കാനും മനസ്സില്ല. നമുക്ക് പിന്നെ എന്താ മനസ്സ് നമുക്കുള്ളത്? എങ്ങനെയും പണക്കാരനാകണം. ആരെ ചതിച്ചാലും ആരെ കബളിപ്പിച്ചാലും ആരെ വെട്ടിച്ചാലും തട്ടിച്ചാലും പണം വേണം. സ്വത്രം. പണം കൊടുത്താൽ എല്ലാം കിട്ടുമെന്ന് പറയുന്ന സഹോദര സഹോദരി കുഞ്ഞെ പാസ്റ്ററെ, നീ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് കിട്ടിയില്ലെങ്കിൽ പഴം കൊണ്ട് ഒരു പ്രയോജനമില്ല. അത്രം. എത്ര കൂട്ടി വെച്ചിട്ട് തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ എന്ത് പ്രയോജനം? എരിഞ്ഞെരിഞ്ഞ് പാവയ്ക്ക ജ്യൂസും കൈപ്പുതിരി കുടിച്ച് ഞരങ്ങി നിന്റെ ജീവൻ തള്ളി നീക്കാനല്ല ദൈവം നിന്നെ വിളിച്ച് തെരഞ്ഞെടുത്ത് നിനക്ക് വേണ്ടത് തന്നത്. തന്ന ദൈവത്തെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് അവൻ എന്റെ ദൈവമാണ്, നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനെന്ന് നിന്റെ നാവ് കൊണ്ട് പറയിക്കാനാ. പക്ഷെ നിന്റെ കയ്യിൽ എല്ലാം വന്നപ്പോൾ തന്ന ദൈവത്തെ നീ മറന്നത് കൊണ്ടാ രോഗം നിന്നെ കടന്നു പിടിച്ചിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ട് നിന്റെ സന്തതി പോലും കൊണ്ടുവരും നിനക്ക് തിന്നാൻ ഭാഗ്യമില്ലാതെ ഒരു കെട്ട് ഗുളിയുമായിട്ട് നീ ഓടുന്നത്. പത്രം. സങ്കീർത്തനങ്ങൾ 128 2 വാക്യം മനസ്സൊട്ടൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. സ്വത്രം. വചനം പറയും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഈ മെസ്സേജ് കേൾക്കുന്ന എന്റെ കൂടപ്പുറപ്പെട്ട് ഞാൻ പറയുക, ദൈവം നിങ്ങളെ ഭൂമിയിലാക്കി വെച്ചത് കരഞ്ഞും വിലപിച്ചും രോഗം പേറി ശരീരവുമായി നഷ്ടങ്ങളെ കഷ്ടങ്ങളെ കണക്ക് നോക്കി എന്നു മാറും എന്റെ ദുഃഖം ഇന്നീ മണ്ണിൽ എന്ന് പറഞ്ഞ് പാടാനല്ല. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ഒന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. വാടിയ മുഖത്തോടെ യാത്ര ചെയ്യാനല്ല, ചിരിച്ച മുഖത്തോടെ സ്നേഹിതരെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ ദൈവം ജീവിക്കുന്നത് ഞാനും ജീവിക്കുന്നത് നിന്റെ നാവിന്ന് പറയിക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. ആ നീയോ സകലതും ലഭിച്ചപ്പോ ദൈവത്തെ മറന്നു, ലോകത്തെ സ്നേഹിച്ചു. ഇപ്പോ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ പറയുന്നതുവാ, കാലം മാറിപ്പോയി. കാലം മാറിപ്പോയി. കാലമല്ല മാറി, നിന്റെ കോലമാ മാറിയത്, നിന്റെ സ്വഭാവമാ മാറിയത്. എന്റെ ദൈവത്തിന് മാറ്റമില്ല, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല. സ്വത്രം. എന്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാ. അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. പക്ഷെ നീ എപ്പോ മാറിയോ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടം വന്ന് കേറി, നഷ്ടം വന്ന് ഭവിച്ചു. മടങ്ങി വന്ന് തെറ്റിപ്പോയി കർത്താവെ, പറ്റിപ്പോയി ദൈവം എന്ന് പറഞ്ഞ് ഒന്ന് അനുദപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ലോകത്തിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയ 3 നില വീടും അതിന്റെ മുന്നിൽ ഒരു മെർസിഡസ് ബെൻസും 4 CCTV ക്യാമറയും 4 മൂലയ്ക്കും പോമറയും പട്ടിയല്ല. അത് നിന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിനക്ക് അനുഭവിക്കാൻ തന്ന ഒരു ഭാഗ്യമാണ്. പക്ഷെ ദൈവം തന്ന അനുഗ്രഹമേ തിന്നാനും കുടിക്കാനും സുഖമായി കിടന്നിറങ്ങാനുമുള്ള അനുഗ്രഹമാണ്. സ്വത്രം. ഇതെല്ലാം ഉണ്ടായിട്ട് തിന്നാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥത നഷ്ടപ്പെട്ടെങ്കിൽ ആരാ നിന്റെ കൂടെ ഉള്ളത്? എന്റെ ദാസനോ സുഖമായി കിടന്ന് ഉറങ്ങുമെന്നാ പറയുന്നത്. സ്വത്രം. അപ്പൊ നിന്റെ കൂടെ നിൽക്കുന്ന ആരാ? പിശാചാന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അത് ഉപദേശിയായാലും അത് വിശ്വാസിയായാലും അത് പ്രവാചകനായാലും അത് പാസ്റ്ററായാലും ഈ ദേശത്തെ ഏത് വ്യക്തി ആയാലും നിന്റെ ഉറക്കം കെടുന്നെങ്കിൽ, നിനക്ക് തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ, സ്വത്രം, നിനക്ക് സമാധാനമില്ലെങ്കിൽ കുഞ്ഞെ നിന്നെ വാഴുന്നത് ദൈവമല്ല പിശാച.
ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കുമെന്നാ പറഞ്ഞത്. സ്വത്രം. ഒരനർത്ഥവും ഒരു ആഭിചാരവും ഒരു നേർച്ചയും കാഴ്ചയും ഒന്നും അവനെ തൊടത്തില്ല. സ്വത്രം. ഭക്തനായ ആസാബ് സ്വത്രം ദുഷ്ടനെ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ ഉയർച്ച കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. സ്വത്രം. എനിക്കെന്ത് തോന്നുന്നു? ആരോട്? ദുഷ്ടനോട്. ആർക്ക്? നീതിമാന്. സ്വത്രം. ഇതല്ലേ നമ്മളും? ഇതല്ലേ കുഞ്ഞ് നീ ഞാനും? നിന്നോട് ആരെ നോക്കാനാ പറഞ്ഞത്? ആരെ നോക്കാനാ പറഞ്ഞത്? ദൈവത്തിലേക്ക് നോക്കാനാ പറഞ്ഞത്. നീ ആരെയാ നോക്കിയത്? പിശാചിനെ, ദുഷ്ടനെയാ നോക്കിയത്. അപ്പൊ നിന്റെ ജീവിതം എന്തായിത്തീരുന്ന അറിയാമോ? ആ ദുഷ്ടനോട് കൂടെ നശിക്കും. എന്നാൽ ദൈവത്തെ നീ നോക്കിയാൽ നീ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആസാഫിനോട് ദൈവം പറഞ്ഞു, മോനെ നീ ദുഷ്ടനെ നോക്കി നിരാശപ്പെടണ്ട. നീ ഒരു കാര്യം ഇപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു. നീ നിൽക്കുന്നത് പാറമേലും അവൻ നിൽക്കുന്നത് വഴുവഴുപ്പിലുമാണ്. അവൻ ഏത് നേരത്തും വീഴും, പക്ഷെ നീ വീഴാൻ ഞാൻ അനുവദിക്കത്തില്ല. ആസാഫിന് ബോധം വന്നെങ്കിൽ നമുക്കിന്നും ബോധമില്ല. സ്വത്രം. ഇക്കാലം ഇത്രയും സ്വത്രം. ഞാൻ ഇങ്ങനെ പറയും, ഒരു നല്ല ഉടുപ്പിടാൻ എനിക്കുണ്ടായിരുന്നില്ല. ഒരു നല്ല പാന്റ് ഇടാൻ ഒരുപാട് കൊതിച്ച കാലങ്ങളുണ്ട്. ഇന്ന് ഏത് ഉടുപ്പിടണം, ഏത് പാന്റ് ഇടണം, ഏത് ചെരുപ്പിടണം, ഏത് ബെൽറ്റ് ഇടണം എന്ന് അറിയാൻ കഴിയാതെ ദൈവം നിറച്ചു തന്നങ്ങ് അനുഗ്രഹിച്ചു. സ്വത്രം. തെരുവിൽ ഇരുന്നുറങ്ങിയ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. പക്ഷെ ഇന്ന് കിടന്നുറങ്ങുന്ന വീടിന്റെ പവർ കണ്ടാൽ, വീടിന്റെ മകുടം കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഏതോ ചെറ്റക്കുള്ളിൽ കിടന്ന് തകർന്നു പോകണ്ട ഞാൻ. മണിസൗധങ്ങളിൽ, വിലപ്പെട്ട ഹോട്ടലുകളിൽ, വിലപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഓടി 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 നടക്കാൻ അവസരം തന്നത് സർവശക്തനായ ദൈവമാ. ആ ദൈവത്തെ മറന്നിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ല പോയി ചത്ത് കളയുന്നതാണ്. ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കിൽ എന്താ കീറിക്കളയാൻ? എന്താ ദൈവം എന്താ പിശാചാണോ? അല്ല. പിന്നെന്താ ആ വാക്യം അവിടെ ഉദ്ധരിച്ചേക്കെന്നറിയാമോ? നിന്നെ ശത്രു കീറും. നീ എപ്പോ ദൈവത്തെ വിട്ടേച്ച് ലോകത്തിലേക്ക് പോകുമ്പോ ലോകത്തിന്റെ സ്നേഹത്തിൽ നീ മാടി വീട് തകർന്നു പോകും. ലോകം നിന്നെ നശിപ്പിച്ച് ഇല്ലാതെയാക്കും. യോബ് പറയുന്നൊരു പറച്ചിലാണ്, സഹോദരന്മാരെ നിങ്ങള് പറയുന്നത് ഞാൻ കേൾക്കാം, ഞാൻ അനുസരിക്കാം, പക്ഷെ എന്റെ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി തരണം. സ്വത്രം. വായിച്ചേ 38-30-33 വരെ. വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു. അതിന് മേളിൽ വായിക്കും. ആരുടെ ഗർഭത്തിൽ നിന്ന്? അതിന് മേളിൽ വായിക്കും. 38-30 വായിച്ചോ. വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായി തീരുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. തന്റെ സ്നേഹിതന്മാരോട് യോബ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാർത്തികയുടെ ചങ്ങല നിങ്ങൾക്ക് ബന്ധിക്കാമോ? നിങ്ങളിതെല്ലാം പറഞ്ഞല്ലോ. ദൈവം വച്ചിരിക്കുന്ന ആ നിയമത്തെ നിങ്ങളുടെ കഴിവുകൊണ്ട്, നിങ്ങളുടെ മിടുക്കുകൊണ്ട്, നിങ്ങളുടെ കൈയുടെ ബലം കൊണ്ട് മാറ്റാമോ? നിങ്ങൾക്ക് കാർത്തികയുടെ ചങ്ങലയെ നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്ക് അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാൻ പറ്റുമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? സ്വത്രം. 4 ദിക്കുകളെയും അടക്കി വാഴുന്നു എന്ന് പറയുന്ന പിശാചിനെ നിനക്ക് നടത്താൻ പറ്റുമോ? സ്വത്രം. രാവിലെ ഉദിക്കുന്ന സൂര്യനെ ഇന്ന് ഉദിക്കണ്ട, ഇന്ന് ചന്ദ്രൻ ഉദിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിനക്ക് ചെയ്യാമോ? നിനക്കിതൊന്നും പറ്റത്തില്ലല്ലോ കുഞ്ഞേ. ഇതിനെല്ലാം അതിൻ്റെതായ ദിശകളിൽ നടത്തുന്ന സർവശക്തനെ ഞാൻ സേവിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. സ്വത്രം. ഞാൻ മഹത്വപ്പെടുത്തുന്നത്. സ്വത്രം. വ്യക്തമായി 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 പറയട്ടെ, യോബിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത സ്വർഗം അറിഞ്ഞിട്ടാ പറഞ്ഞത്. നീ അവനെ നോട്ടു നോക്ക്, അവൻ എന്നെ തള്ളി പറയുന്നില്ല. ഇത്ര വലിയ വിശ്വാസം നമുക്കുണ്ടോ? സ്വത്രം. ഒരു രോഗം വരുമ്പോ,
ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോ, മാനസികമായി വിഷമം കടന്നു വരുമ്പോ നമ്മളെല്ലാം മറന്ന് നമ്മൾ പ്രാവാൻ തുടങ്ങത്തില്ലേ? നമ്മൾ ശപിക്കാൻ തുടങ്ങത്തില്ലേ? അവര് കാരണമാ, ഇവര് കാരണമാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റം പറയാൻ ശ്രമിക്കത്തില്ലേ? പക്ഷേ ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് കേൾക്കാൻ നിങ്ങളോട് ഞാൻ പറയാം, ഏതു വിഷയം നിന്റെ മുമ്പിൽ നേരിട്ടാലും എന്റെ ദൈവം അറിയാതെ അത് നിന്നെ തൊടത്തില്ല. കാരണം നിന്നെ വിളിച്ചു വേർതിരിച്ച സർവശക്തനായ ദൈവമാണ്. എപ്പോ നീ ലോകത്തെ വിട്ടേച്ച്, ലോക പാപത്തെ വിട്ടേച്ച് കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടോ, അന്ന് മുതൽ നിന്റെ കാര്യങ്ങൾ മുഴുവനും അതിന്റെ ക്രമമായി നടത്തുന്നത് സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ശാസ്ത്രലോകം പുരോഗമിച്ച് അങ്ങ് ചന്ദ്രമണ്ഡലത്തിലും അതിനപ്പുറത്തും ചെന്ന് കയറി, സ്വത്രം. പക്ഷേ കാലങ്ങളായി ക്രമം തെറ്റാതെ ബുധനും ശുക്രനും പ്ലൂട്ടോയും എല്ലാം ഇങ്ങനെ അതിന്റെ ഭ്രമണപഥത്തിൽ ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് വെച്ചിട്ട് കറക്കി വിട്ടതല്ല. പത്രം ലോകത്തിന്റെ ഒരു സപ്തർഷികളും കറക്കിയതല്ല. സർവശക്തനായ ദൈവം പേർ ചൊല്ലി വിളിച്ച് അതിനെ ആക്കി വെച്ചെടുത്ത് നിൽക്കാതെ കറങ്ങണം. രാവും പകലും ഉണ്ടാകേണ്ടതിന് നീ അത് ചെയ്യുക എന്ന് പറഞ്ഞ് കൽപ്പിച്ചാക്കിയപ്പോൾ ആ കൽപ്പനയുടെ മറവിൽ നിന്നുകൊണ്ടത് കറങ്ങിയെങ്കിൽ നിന്റെ ജീവിത ചക്രം നീ തീരുമാനിക്കുന്ന പോലെ പോകാനല്ല ദൈവമാക്കി വെച്ചത്. ദൈവത്തിന്റെ ഇഷ്ടം നിന്നെ നിവർത്തിക്കപ്പെട്ട് ദൈവത്തിന് മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തോട് കൂടെ നിൽക്കുന്ന, നിന്നെ കണ്ട് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ചുറ്റുമുള്ളവർ വന്നു കൂടേണ്ടതിന് നിന്നെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുമ്പോൾ ഈ നല്ല രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ലോകത്തിലേക്ക് നോക്കല്ലേ കുഞ്ഞെ. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവമുഖത്തേക്ക് നോക്ക്. ഈ ലൈറ്റ് കത്തിക്കുമ്പോ എന്തുകൊണ്ടാണ് ഈയല് ലൈറ്റിന്റെ അടുക്കലേക്ക് വരുന്നത്? സ്വത്രം വെളിച്ചം കാണുന്നത് കൊണ്ടാ. ഇരുട്ടാണെങ്കിൽ ഒരിക്കലും ഈ ട്യൂബിന്റെ അടുക്കലേക്ക് ഈയല് വരത്തില്ലെങ്കിൽ സ്വത്രം വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നോക്കിയാ സകലതും ചലിക്കുന്നത്. ക്രിസ്തു കൽപ്പിച്ച പ്രകാരമാ ചലിക്കുന്നത്. സ്തോത്രം. ഈ വെളിച്ചം ഉണ്ടാക്കിയ മനുഷ്യൻ, സ്തോത്രം, ഈ പ്രാണി വരുമെന്ന് പറഞ്ഞല്ല വെളിച്ചം ഉണ്ടാക്കിയത്. പിന്നെയോ മനുഷ്യൻ ഇരുട്ടിൽ തപ്പിത്തടയാൻ ആഗ്രഹിച്ചട്ടാ. അങ്ങനെങ്കിൽ നല്ല സൂര്യനായ, നീതി സൂര്യനായ കർത്താവ് നിന്റെ മേൽ പ്രകാശിച്ചാലുണ്ടല്ലോ, സകലതും നിന്റെ അടുക്കലേക്ക് വരും. സകലതും നിന്നെ തേടി വരും. സകലത്തും നീ ഒരു അനുഗ്രഹമാകും. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തങ്ങളുടെ വായടപ്പിച്ച് യോബ് ജയിക്കാനല്ല നിന്നത്, പകരം യോബ് സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് കാണിക്കാനാ യോബ് ശ്രമിച്ചത്. കാരണം തനിക്ക് ഈ അവസ്ഥ വന്നത് എന്റെ ദൈവം അനുവദിച്ചിട്ട് തന്നാന്ന് തെളിയിക്കാനാ. സ്വത്രം. തന്റെ നഷ്ടങ്ങൾ വന്നത് ദൈവം അറിയാതെ അല്ലെന്ന് പറയാൻ വേണ്ടിയാ. സ്വത്രം. തന്റെ കുഞ്ഞുങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടതും താൻ വാവിട്ട് പൊട്ടിക്കരഞ്ഞ് ദൈവത്തെ കുറ്റം പറയാതെ ഇരുന്നത് ദൈവത്തിനറിയാം. എനിക്ക് എന്തു വേണമെന്നും എന്തു വേണ്ടെന്നും, എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും ദൈവത്തിനറിയാം. ദൈവഹിതമേ നടക്കത്തുള്ളൂ ഭൂമിയിൽ, സ്വർഗത്തിലും ദൈവഹിതമേ നടക്കത്തുള്ളെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ യോബ് പറഞ്ഞതാ, യഹോവ തന്നു, ഞാനൊന്നും കൊണ്ടുവന്നില്ല. സ്തോത്രം. ഞാനൊന്നും കൊണ്ടുവന്നില്ല. നീ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോ സകല ഭവനത്തിന്റെ ഭാരം കൊടുത്താ കുഞ്ഞിനെ തലേ വെക്കുമോ? ഇല്ല. കാലങ്ങൾ കഴിഞ്ഞ് അത് പറക്കമുറ്റി പ്രാപ്തയാകുമ്പോഴാണ് സകല ഭാരം എടുത്ത് കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നിനക്ക് വേണ്ടത് തക്ക സമയത്ത് തന്ന് നിന്നെ നിറച്ച് സന്തോഷത്തോടെ നിന്റെ കരമുയർത്തി കണ്ണുകളെ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയ അവസരങ്ങളെ മറന്നു കളഞ്ഞിട്ട് ലോകത്തെ പിശാച് പറയുന്ന വാക്ക് കേട്ട് ദൈവത്തിനും മനുഷ്യർക്കും വിപരീതമായി നീ മാറ്റപ്പെട്ടാൽ നീ ജയിക്കത്തില്ല കുഞ്ഞെ. ഏത് നേർച്ച കൊടുത്താലും, ഏത് കാഴ്ച കൊടുത്താലും, ഏത് കൂദാശയും കർമ്മം നീ ചെയ്താലും നീ ജയിക്കത്തില്ല. കാരണം നിന്നെ വാഴുന്നത് പിശാച. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ തോറ്റുപോകും. ആ തോറ്റു കിടക്കുന്നിടത്ത് നിന്നെ കൈപിടിച്ചു ഉയർത്താൻ ആരും വരത്തില്ല. നല്ല സ്നേഹിതരായ 3 സഹോദരന്മാര് വന്നിട്ട് യോബിനെ കുറ്റം പറയുക.
അവർ വന്നത് സ്നേഹിച്ചോടല്ലേ? അവർ വന്ന് കൂടെ ഇരുന്നത് സ്വത്രം അവനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനല്ലേ? പിന്നെ എന്താ അവന്റെ സ്വഭാവം മാറിയത്? ഇനി യോബിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് തോന്നിയപ്പോഴാ. സ്വത്രം ഇനി യോബിന്റെ രോഗം മാറത്തില്ലെന്ന് തോന്നല് വന്നപ്പോഴാ. സ്വത്രം ഇനി അവന് വീട്ടിൽ പോയി ഒരു ചായ കിട്ടത്തില്ലെന്ന് തോന്നിയത് കൊണ്ടാ. സ്വത്രം അവനെ സോളത്ത് കൈയിടാൻ പറ്റത്തില്ല, അവന്റെ ശരീരം മുഴുവൻ വ്രണമാന്ന് തോന്നിയത് കൊണ്ടാ. സ്വത്രം നിന്റെ വിചാരങ്ങളല്ല കുഞ്ഞെ എന്റെ ദൈവത്തിന്റെ വിചാരം. നിന്റെ വഴികളല്ല കുഞ്ഞെ എന്റെ ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ വഴിയിൽ നീ നിന്നാണ്ടല്ലോ ദൈവം നിന്നോട് കൂടെ നിൽക്കും. ദൈവം പറയുന്നത് നീ കേട്ടാൽ നീ പറയുന്നത് ദൈവം കേൾക്കും. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിന്റെ സ്ഥലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നോക്ക്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാരുടെ ഈ ദുഷിച്ച സ്വഭാവത്തിന് ഒരു മാറ്റം വരാനും അവരുടെ ഹൃദയ കണ്ണൊന്ന് തുറന്ന് ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണുവാനും വേണ്ടി അവർക്ക് വേണ്ടി ഇയ്യോബ് വ്രണം ബാധിച്ചവനായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോ സ്തോത്രം അവിടെ ഒരു ഏലിയാവിനെ നമുക്ക് കാണാം. ചുറ്റും നിൽക്കുന്ന മന്ത്രവാദികളും സകലവാദികളും ഒറ്റ സെക്കൻഡ് കൊണ്ട് തകർക്കാമെന്ന് ആഗ്രഹിച്ച് ഏലിയാവിന് നേരെ വാടകൂരി അവന്റെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഏലിയാവിന്റെ ഒരു രോമത്തെ കരിക്കുവാൻ ആ പിശാചിന് കഴിഞ്ഞില്ല. ആ മന്ത്രവാദികൾക്ക് കഴിഞ്ഞില്ല, ആ ശകുനവാദികൾക്ക് കഴിഞ്ഞില്ല, ആ നാട് വാണിരുന്ന രാജാവിന്റെ ഭൃത്യന്മാർക്ക് കഴിഞ്ഞില്ല. രാവും പകലും അവനെ കിട്ടിയാൽ വെട്ടിയേക്കെന്ന് പറഞ്ഞ രാജാവിന് കഴിഞ്ഞില്ല. നേർക്ക് നേരി നിന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ സേവിക്കുന്നതും ജീവിക്കുന്നതുമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പനെ നോക്കിയാൽ പറയാൻ പറ്റത്തില്ല, അമ്മയെ നോക്കിയാൽ പറയാൻ പറ്റത്തില്ല, ബന്ധുക്കാരെ നോക്കിയാൽ പറയാൻ പറ്റത്തില്ല, സ്വന്തക്കാരെ നോക്കിയാൽ പറയാൻ പറ്റത്തില്ല, സ്വന്തം പാസ്റ്ററെ നോക്കിയാൽ പറയാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ ഇല്ലാതെ എനിക്കെന്ത് ജീവിതം? കുഞ്ഞെ, ദൈവമില്ലെങ്കിൽ ഇവരാരും കാണത്തില്ലെന്ന് ചിന്തിക്കുക ആദ്യം. സ്വത്രം. എന്റെ അപ്പൻ എന്നെ സഹായിക്കും, എന്റെ അമ്മ എന്നെ സഹായിക്കും, എന്റെ സ്നേഹിതരെന്റെ കൂടെ കാണും, എന്റെ ഭാര്യ എന്നോട് കൂടെ എന്നെ ഇത് വിട്ടു പോകത്തില്ല. ഭയങ്കര കണക്കൂടല. സാമ്പാറിന്റെ പുളിയില്ലടി, സാമ്പാറിനെ വെച്ച് ഉപ്പിടാഞ്ഞെന്ന് ചോദിക്കുമ്പം വേണമെങ്കിൽ എടുത്ത് തിന്നെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകും ഭാര്യ. ഉപ്പിട്ട് നമ്മളെ കൊണ്ടുവന്ന് നിങ്ങൾ തിന്നാ മതി എന്ന് പറയും. എന്താ മനുഷ്യ, 10 കിലോ അരി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത് 5 കിലോ അരി കൊണ്ടുവന്നേ. അങ്ങനെ പറയാം, ഇടി എന്റെ ഇതേ ഉള്ളായിരുന്നു, അല്ലേലും എനിക്കറിയാം, എന്നാ നീ നിന്റെ മക്കളെ ജീവിക്കടി, അയാൾ കളഞ്ഞിട്ട് പോകും. മത്സരവും പിണക്കവും കോപവും ഈർഷ്യയും ദ്വന്ദ്പക്ഷവും ഒക്കെ വെച്ചോണ്ട് ഹൃദയത്തിനകത്ത് ഇരുന്നിട്ട് പറയുക, ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ ഓർത്തില്ല, എന്റെ ദൈവം കൈവിട്ടു. എന്റെ ദൈവം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കാൻ വരുത്തത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ സ്വത്രം മന്ത്രവാദികളെ ശൗരവാദികളെ നടുവിൽ കർമ്മേലിന്റെ കൊടുപടി നിൽക്കുന്ന ഏലിയാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ പറഞ്ഞ പ്രകാരം ഞാനിതൊക്കെ ചെയ്തു. സ്വത്രം. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുക, ഈ കർമ്മേലിന്റെ കൊടുമുടിയിൽ യാഗപീഠത്തിന്മേൽ വാക്തത്വം പോലെ തീയിറങ്ങട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഇതേ നിമിഷം വരെയും വാക്ക് പറഞ്ഞതെയും വിശ്വസ്തനായി എന്നോട് കൂടെ ഇരുന്നെങ്കിൽ ഈ കർത്താവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആരെല്ലാം എവിടെയെല്ലാം നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ആ തകർച്ചയിൽ നിന്ന് പുറത്തു വരും. ദൈവം എന്നെ ഉയർത്തി മാനിക്കും. എൻ്റെ ദേശത്തിന് ഞാനൊരു അനുഗ്രഹമാകും. എൻ്റെ കൂടപ്പുറപ്പുകൾക്ക്, എൻ്റെ കൂട്ടാളിക്ക് ഞാനൊരു അനുഗ്രഹമാകും. അതിന് ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഒന്ന് താഴ്ത്തിക്കൊടുക്കെ പക, പിണക്കം, വിദ്വേഷം, വെറുപ്പ്, മത്സരം, ആഭിചാരം, ദ്വന്ദ്പക്ഷം എല്ലാം ഒന്ന് വിട്ടുതിരിഞ്ഞിട്ട് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുമെന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്ക്. അപ്പാ മറന്നു കളയല്ലേ, അപ്പാ തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞ് ദൈവം ഭാഗെ താഴ്ത്തിക്കൊടുക്ക്. യോബ് ദൈവസന്നിധിയില് തന്റെ കൂടപ്പറപ്പുകളുടെ അവിശ്വാസം മാറി ദൈവത്തുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ടതിന് ഒരൊറ്റ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തു പോകുന്നൊരു വലിയ കാര്യമുണ്ട്. വ്രണം ബാധിച്ച് ഒന്ന് നിവർന്ന് പോലും ഇരിക്കാൻ കഴിയാത്ത
ഒന്ന് വായി തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത യോബിന് എവിടെ നീ ബലം വന്നു? എവിടുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കൃപ വന്നു? സ്വത്രം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സഹോദരങ്ങളെ, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകണം, ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകണം, കരുതാനുള്ള മനസ്സുണ്ടാകണം, അവളുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള മനസ്സുണ്ടാകണം. നീ തകർന്നു പോയാലും എന്റെ കൂടപ്പുറപ്പ്, എന്റെ കൂട്ടവിശ്വാസി, എന്റെ സഹോദരൻ, എന്റെ സഹോദരി തകർന്നു പോകാൻ ദൈവമേ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് താഴ്ത്തി കൊടുത്ത് കണ്ണുനീരോടെ ദൈവം ഭാഗം നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അവരെക്കാൾ ഉയരങ്ങൾ എത്തിച്ചേരും. അതല്ല ഞാൻ എന്തൊക്കെയാണ്, എനിക്കെന്തൊക്കെ വലിയ കഴിവുണ്ട്, അവർക്കാർക്കും കിട്ടാത്ത വിദ്യാഭ്യാസം എനിക്കുണ്ട്, എനിക്ക് കഴിയുന്ന പല കാര്യങ്ങളുണ്ട്, അവർക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വയം നെഗളിക്കാൻ പോയാ, നിന്റെ പണത്തിന്റെ ബാഹുല്യത കൊണ്ട് നീ അതിൽ അഹങ്കരിക്കാൻ പോയാ, നിന്റെ വീടിന്റെ മഹത്വം കണ്ടുകൊണ്ട് എന്റെ വീടാണ് വലുതെന്നും പറഞ്ഞ് നീ പൊങ്ങാൻ പോയാ, കർത്താവില്ല പിശാചിന് ഉച്ചു കുത്തി തറയിടിക്കും. അപ്പൊ നിന്റെ വാവുകൊണ്ട് പറയാൻ പോകുന്നത് ദൈവം അനുഗ്രഹിച്ചെന്നല്ല, ദൈവം അനുഗ്രഹിച്ചെന്നല്ല. സ്വത്രം ദൈവം അനുഗ്രഹിക്കുന്നവനെ ഒരിക്കലും ദൈവം എടുത്ത് താഴെ അടിക്കത്തില്ല. സ്വത്രം ദൈവം അനുഗ്രഹിക്കുന്നവനെ ദൈവം തകർക്കത്തില്ല. അങ്ങനെ തകർക്കാനായിരുന്നെങ്കിൽ യോബിനെ തകർക്കുമായിരുന്നു. എന്താ ദൈവം ചെയ്തത്? അവൻ നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ അവൻ എന്നെ തള്ളി പറയത്തില്ല. ഇതായിരുന്നു ദൈവത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കർമ്മേലിന്റെ കൊടുമ്പിൽ ഇറങ്ങിയ ദൈവ തേജസ് നിന്റെ മേലും വെളിപ്പെടും, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടും. നീ കാണുന്ന മേഖലയിൽ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ വരും. നീ പോകുന്ന ഇടത്ത് ഒരർത്ഥവും വന്നു ഭവിക്കാതെ അവന്റെ ചിറകിന്റെ മറവിൽ നിന്നെ സുരക്ഷിതമായി കാക്കും. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയില്ല. അങ്ങനെയെങ്കിൽ തള്ളിക്കളയാത്ത ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ വചനങ്ങൾ ആ സുഖം നമ്മെ അനുഗ്രഹിക്കും.